ഓക്കെ, ഇതാ നമ്മളെ ഡ്രാഗൺ ചിക്കൻ കണ്ട് നിങ്ങൾ സെറ്റല്ലേ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ, പുതിയൊരു ഐറ്റമാണ്. പിന്നെ ഡ്രാഗൺ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഫാമിലി ഗ്രൂപ്പുകളിലും മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ എന്താക്കുക, ഷെയർ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളാണ് മെയിൻ, നമ്മളാണ് നിങ്ങളെ മെയിൻ. അപ്പോൾ എന്താക്കുക, എന്തായാലും മെയിൻ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നേരെ ഡ്രാഗൺ ചിക്കനിലോട്ട്. ചങ്ങായിമാരെ, അപ്പോൾ നമ്മൾ പിന്നെ ഡ്രാഗൺ ചിക്കൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ളത് ബോൺലെസ് പീസാണ്. അതായത് കോയിൻ്റെ നടുക്കത്തെ ഒരു ഭാഗം എടുത്തിട്ട് പിന്നെ ഏകദേശം ഒരു 1/2 കിലോനോളം പിന്നെ ബോൺലെസ് ആയിട്ടുള്ള പീസുകളുണ്ടാവും. ആ പീസ് ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ബോൺലെസ് പീസായിട്ട് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ മുഴുവനായിട്ട് ചിക്കൻ നമ്മൾ കട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ ആവശ്യമായിട്ടുള്ള ബോൺലെസ് ചിക്കൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ കൈനെ കൊണ്ട് മിക്സ് ചെയ്തോ, കാരണം നമ്മൾ ബീറ്ററൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം എന്താക്കുക, നമ്മൾ പിന്നെ റെസ്റ്റിന് വെക്കുക. ഈ സാധനം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, പുറത്ത് വെച്ചാലും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം എല്ലാ ഭാഗങ്ങളിലും. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഉപ്പും മുളകും എത്തുന്ന രീതിയിലുള്ളൊരു മിക്സിങ് ആയിരിക്കണം നടത്തേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയിലേക്ക് കടക്കാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ മൈദപ്പൊടി ഞാൻ ഏകദേശം ഒരു കപ്പ്, 3/4 കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 സ്പൂണ് കോൺഫ്ലവർ, അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ കുരുമുളക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. ഓക്കെ, ഒരു മുട്ട പൊട്ടിച്ചിട്ടതിൻ്റെ ശേഷം കുറച്ച് അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുന്ന വെച്ചാൽ പിന്നെ നന്ന ലൂസാനും പാടില്ല, നന്ന ടൈറ്റ് ആകാനും പാടില്ല. അപ്പോൾ എന്നിട്ട് നിങ്ങളൊന്ന് ഉപ്പും അതിൻ്റെ ഒരു എരിവും കൂടി നോക്കുക. നിങ്ങൾ നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യുക. ഏകദേശം ഞാൻ പറഞ്ഞത് പിന്നെ ലൂസും ആകാൻ പാടില്ല, നന്ന ടൈറ്റും ആകാൻ പാടില്ല. ആ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ബീറ്റ് ചെയ്ത സാധനം റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ റെസ്റ്റിന് വെച്ച ചിക്കനും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പിന്നെ ഇതുമായിട്ട് നല്ലോണം പൊരുത്തപ്പെട്ടിട്ട്, അതായത് നല്ല മിക്സായിട്ട് നമുക്കിത് പൊരിക്കാനുണ്ട്. ഇത് ഇട്ടതിന് ശേഷം ഒരു 10-15 മണിക്കൂറോ റെസ്റ്റിന് വെച്ചതിനെ കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ടിക്ക് എന്തായാലും കൈനെ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും എത്തൂല. നമ്മൾ സ്പൂണിനെ കൊണ്ട് സ്റ്റാൻഡേർഡിന് വേണ്ടി ചിലപ്പോൾ മിക്സ് ചെയ്യും, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എവിടെയും പിന്നെ മിക്സ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മാക്സിമം മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്കത് പൊരിഞ്ഞ് കിട്ടും. ഓക്കെ, നമുക്ക് നേരെ പൊരിക്കാൻ ഒരു 1/4 മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്കിത് പൊരിക്കാനെടുക്കാം. അപ്പോൾ ചിക്കൻ റെസ്റ്റിന് വെച്ചിട്ട് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താക്കുക, ഇത് പൊരിക്കാനും വേണ്ടിയിട്ട് ചെറിയൊരു തവ വെച്ചിട്ടുണ്ട്. തവയിൽ പിന്നെ വെജ് ഓയിൽ, അതായത് പിന്നെ എന്തായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഏതാണോ കയ്യിലുള്ള അത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ പിന്നെ എണ്ണ ചൂടായതിന് ശേഷം നമ്മളിങ്ങനെ ചിക്കന് പിന്നെ റെസ്റ്റിന് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എണ്ണ ഒന്ന് തിളച്ചോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കുക, അതിലേക്ക് ചിക്കൻ ഇടാം. അപ്പോൾ നമ്മൾ ചിക്കന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ചിക്കനും നിങ്ങൾ മാക്സിമം എത്രയാണോ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുക അത്രയും ചിക്കനിൽ ഇടുക. എന്നിട്ട് പൊരിച്ച് കംപ്ലീറ്റിങ് എടുക്കുക. 2-3 സ്റ്റെപ്പായിട്ട് ഇടേണ്ടി വരും, പ്രശ്നമില്ല. പിന്നെ ഞാനിത് പിന്നെ മുഴുവനായിട്ട് കാണിക്കാൻ നിന്നാൽ പരിപാടി നടക്കില്ല. അതുകൊണ്ട് തന്നെ
പിന്നെ നിങ്ങൾ പൊരിച്ചതിൻ്റെ ഞാൻ കാണിച്ചു തരാം എന്താ ഇതിൻ്റെ പിന്നെ സ്ഥിതിഗതികൾ. അപ്പോൾ ഈ ഒരു പരുവത്തിലായാൽ ഇങ്ങനെ കോരിയങ്ങ് എടുത്താളാം, അല്ലെങ്കിൽ ആകെ ഇടങ്ങാറോ. അപ്പോൾ എന്താക്കുക, കോരിയങ്ങ് എടുത്തിട്ട് പിന്നെ ഈ ഒരു കളർ കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ലെവലിലേക്ക് ആക്കാം. നമ്മൾ പിന്നെ ഡ്രാഗൺ ചിക്കനൊക്കെ വേപ്പിച്ചവിടെ വെച്ചിട്ടുണ്ട്, അതിൽ പൊരിച്ചെടുത്തിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, ചെറു തവ എടുത്ത്. പിന്നെ കുറച്ച് ഇഞ്ചി, ചെറുതായിട്ടൊന്ന് അരിഞ്ഞ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ്. ഇത് ബ്രൗൺ കളറൊന്നും വരണ്ട. പിന്നെ അത്യാവശ്യം പിന്നെ ചെറിയ ഒരു പച്ചച്ചോയ ഉണ്ടല്ലോ അതിൻ്റെ, അപ്പോൾ ആ ചുഴയങ്ങ് മാറിക്കിട്ടും. അതിൻ്റെ പച്ചച്ചോഴയങ്ങ് മാറിക്കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് എന്താക്കാം, ഇതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പിന്നെ നേറിങ്ങനെ അരിഞ്ഞതുണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പിന്നെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും കൂടി ഈ ഒരു രീതിയിൽ അരിഞ്ഞ ഉള്ളിയാണ്, ഈ ഉള്ളി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം ടൈപ്പ് മുളകുണ്ട് നമ്മുടെ കയ്യിൽ, അപ്പോൾ അതും കൂടി പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മറ്റേത് ഉപ്പിട്ടുകൊണ്ട് പിന്നെ ഡ്രാഗൺ ചിക്കനിൽ ഉപ്പിട്ടുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിത് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഈ പിന്നെ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇത് കൊള്ളുമെന്നല്ല, കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ടുണ്ട്. ഓക്കെ, പല കോലത്തിലുള്ള അത് കാര്യമാക്കണ്ട, കാരണം നമ്മൾ മുറിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അടിമുകളിലായിട്ട് പിന്നെ മാക്സിമം മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പാത്രം കുറച്ച് ചെറുതായിപ്പോൾ ഒന്ന് സംശയം ഉണ്ട് എനിക്ക്, എന്നാലും ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ ഇത് ഞാൻ ഇളക്കുന്നുണ്ട്, അടിമറിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ. അതായത് സോയാ സോസ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കാം, മതി അത്ര ഉപയോഗിച്ചാലും മതിയില്ല. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നുണ്ട്. ടൊമാറ്റോ സോസും കൂടി ഇട്ടതിന് ശേഷം പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് റെഡ് ചില്ലിയും കൂടി ആഡ് ചെയ്യാനുണ്ട്. റെഡ് ചില്ലി ഒന്ന് ആഡ് ചെയ്യാം, കുറച്ച് റെഡ് ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതും കൂടി നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ വറ്റൽമുളക് പൊടിച്ചതില്ലേ, ചില്ലി ഫ്ലെക്സ്, അത് കുറച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാം, ഓപ്ഷനാണ്. ഓക്കെ, അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് പിന്നെ തേനുണ്ടല്ലോ, തേന് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. തേനൊരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്, കുറച്ച് മതി ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് പിന്നെ തേനില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് ഷുഗർ ഉണ്ടല്ലോ, ഷുഗറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ബാക്കിയുണ്ട്. നമ്മൾ കുറച്ച് പിന്നെ കോൺഫ്ലോർ പിന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, എന്നാലും കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആവും ഇത്. എന്നിട്ട് നമുക്കൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം സാധനം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, കോൺഫ്ലവർ കലക്കിയ കുറച്ച് വെള്ളം, അതായത് അധികം വേണ്ട, പിന്നെ ഇതൊരു ചെറിയ പകുതി ഇതാണ്ട രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കുരുമുളക് പൊടി കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു മധുരത്തിൻ്റെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട്, അങ്ങനെ എരിവ് നമുക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് എരിവ് കുറച്ച് വേണ്ടുന്ന ആൾ ആഡ് ചെയ്തോ, അല്ലാത്ത ആൾ സ്കിപ്പ് ചെയ്തോ. ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു രീതിയിൽ പിന്നെ എള്ളുണ്ടല്ലോ, വൈറ്റ് എള്ള്, അപ്പോൾ വൈറ്റ് എള്ള് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മതി, ഒരു മെനക്ക് വേണ്ടിയിട്ടാണ്, ഒരു മെനയുണ്ടാണല്ലോ കാണുമ്പോൾ. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് അധികം വേണ്ട, ഒരാവശ്യത്തിനുള്ളത് മതി, കൂടുതലാണ്ട. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇതിലേക്ക് പിന്നെ ചപ്പ്, അതായത് മല്ലിയില, അതും കൂടി മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്രാഗൺ ചിക്കൻ സെറ്റാണ് ഇവിടെ. പിന്നെ നമുക്ക് കഴിച്ച് നോക്കിയിട്ടും കൂടെ അഭിപ്രായം പറയാം. ഓൾമോസ്റ്റ് ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാ നമ്മളെ ഡ്രാഗൺ ചിക്കൻ കണ്ട് നിങ്ങൾ സെറ്റല്ലേ. ചങ്ങനെ പറയാം, അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇത് ചിക്കൻ ബിരിയാണി ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ട്, എൻ്റെ പ്രീവിയസ് വീഡിയോയിലുണ്ടോ. പിന്നെ ഇതിൻ്റെ ഇത് ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ 2 ദിവസം മുന്നിട്ട കാന്താരി സെറ്റായിട്ടുണ്ട്.
പിന്നെ അച്ചാറുണ്ട്. ഇതാണ് മെയിൻ ഇന്നത്തെ വീഡിയോൻ്റെ പിന്നെ ഹൈലൈറ്റ് ഡ്രാഗൺ ചിക്കൻ. ഇങ്ങോട്ട് ഭയങ്കര തിരക്കല്ലേ നിങ്ങൾക്ക്? ഡ്രാഗൺ ചിക്കൻ ഇടുന്നുണ്ട്, ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ കുറച്ച് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് നോക്കി നിയാസ് അഭിപ്രായം പറയണേ. നീ ഇതുവരെ അഭിപ്രായം പറഞ്ഞില്ല, വെറും വീഡിയോ എടുക്കലാണ്. ഞാനും കുറച്ച് ഡ്രാഗൺ ചിക്കൻ എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല മജി. ചിക്കന് ഞാൻ ഒരു കഷ്ണം കഴിച്ച് നോക്കിയാൽ സാധനം എന്തിൻ്റെ അവസ്ഥ? സംഭവം ഉഷാറായിട്ടുണ്ട്, അടിപൊളിയാണ്. നല്ല തണുപ്പാണ്, നല്ല എരിവായിട്ട്, നല്ല അതായത് ലൈറ്റ് മധുരം ലൈറ്റ് വരും. അതുപോലെ തന്നെ പിന്നെ സാധനം സെറ്റാണ്. ഡ്രാഗനായിട്ടിൻ്റെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പിന്നെ മാക്സിമം ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ കാണാം. ഓക്കെ, ഗുഡ് ബൈ. മാക്സിമം സപ്പോർട്ട് കൊടുക്കാം.